ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 87ാമത്തെ നാമമാണ് ശക്തികൂടൈകതാപന്യ കട്യധോഭാഗധാരിണി എന്നുള്ള നാമം. ശക്തികൂടം എന്ന് പറയുന്ന മൂന്നാമത്തെ കൂട്ടത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അതിനോട് ഏകതാപന്ന ഒന്നിച്ചായ ഐക്യം പ്രാപിച്ച കട്യധോഭാഗധാരിണി, കടീപ്രദേശത്തിൻ്റെ അധോഭാഗത്തെ ധരിക്കുന്നവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. വാഗ്ഭവകൂടം എന്ന് പറയുന്ന ആദ്യത്തെ 5 അക്ഷരങ്ങൾ, ഈ 15 അക്ഷരങ്ങളുള്ള പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ ആദ്യത്തെ 5 അക്ഷരങ്ങൾ, അത് ദേവിയുടെ മുഖം പോലെയാണ്. അതിനെ വാഗ്ഭവകൂടം എന്ന് വിളിക്കുന്നു. അതിൻ്റെ നടുക്കുള്ള ഭാഗം പോലെ, കഴുത്തിൽ നിന്നും അരക്കെട്ട് വരെയുള്ള ഭാഗം പോലെ മധ്യകൂടം എന്നും കാമരാജകൂടം എന്നും, അതിൻ്റെ അടുത്ത 6 അക്ഷരങ്ങളെ, ആ 15 അക്ഷരമുള്ള ആ മന്ത്രത്തിനെ അടുത്ത 6 അക്ഷരങ്ങളെ മധ്യകൂടമെന്നും കാമരാജകൂടമെന്നും വിളിക്കുന്നു. അതിൻ്റെ പിന്നീടുള്ള 4 അക്ഷരങ്ങൾ, അതിനെ കട്യധോഭാഗധാരിണി, അരക്കെട്ടിൻ്റെ താഴെയുള്ള കാലുപോലെയാണ് എന്ന് പറയും. ഈ 3 കൂടിയിട്ട് വേണം ഉപാസന ചെയ്യുവാൻ. ഈ ശ്രീവിദ്യ ഉപാസന ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്നതല്ല. ഇത് നേരത്തെ പറഞ്ഞു, ചരമജന്മത്തിലാണ് ഒരാൾക്ക് ശ്രീവിദ്യ ദീക്ഷ കിട്ടുന്നത് എന്ന് പറഞ്ഞു. ഉത്തമ സാധകർ, അവർ സന്യാസി തുല്യരാണ്. അവർ സാധാരണ സമൂഹത്തിൽ കാവ്യവേഷമൊന്നും ധരിക്കാറില്ല. എങ്കിലും അവർക്ക് ചിദാനന്ദനാഥൻ എന്നൊക്കെയുള്ള നാഥം എന്നുള്ള ഒരു പേര് കൊടുത്തുകൊണ്ട് ഒരു സന്യാസ ദീക്ഷ പോലെ തന്നെ അതിനെ അവർ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ആദ്യം പഞ്ചായതന പൂജ, സന്ധ്യോപാസന, അതുപോലെ പരാന്ന ഭോജനമൊന്നും അവർ പുറത്ത് ഹോട്ടലുകളിലും മറ്റുള്ളവരുണ്ടാക്കിയ ഭക്ഷണവും കഴിക്കാറില്ല. അവർക്ക് സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ശുദ്ധമായ സാത്വികമായ ആഹാരം, മിതമായിട്ടുള്ള ചര്യകൾ, അതുപോലെ ഈ ഉപാസനയാണ് ഏറ്റവും പ്രധാനം. ജീവിതത്തിൻ്റെ പകുതി സമയവും അവർ അതിനുവേണ്ടി ചെലവഴിക്കുന്നു. അതിനു മുമ്പേ തന്നെ ഇതിന് തയ്യാറെടുപ്പായിട്ട് പഞ്ചായതന പൂജ, ഗായത്രി ജപം, അതുപോലെ സ്തോത്രപാരായണം, അതൊക്കെ കഴിഞ്ഞിട്ട് അവർ അവരുടെ ഗുരുദീക്ഷയിൽ കിട്ടിയ ഈ പഞ്ചദശാക്ഷരി മന്ത്രം എടുത്ത ഉടനെ അത് കൊടുക്കുന്നില്ല. ഗണപതിയുടെ മന്ത്രം അത് കുറേ കാലം കഴിഞ്ഞിട്ടാണ്. ബാലാ ത്രിപുരസുന്ദരിയുടെ മന്ത്രം അത് കഴിഞ്ഞിട്ട് പഞ്ചദശാക്ഷരി, ഷോഡശാക്ഷരി, അങ്ങനെയുള്ള ഒരു ക്രമത്തിലാണ് ഈ മന്ത്രദീക്ഷ കൊടുക്കുന്നത്. സാധകന് ഏറ്റവും പെട്ടെന്ന് ചിത്തശുദ്ധി ഉണ്ടാകണം. ആ ചിത്തശുദ്ധി ദ്വാര ജീവബ്രഹ്മ ഐക്യം, അല്ലെങ്കിൽ ഞാനും ഈശ്വരനും ഒന്ന്, സോഹം ഹംസ ഹംസസ്വോകം എന്നുള്ള ആ ഒരു ഭാവമുണ്ടാകണം. ബ്രഹ്മാത്മൈക്യസ്വരൂപിണി എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറയും. ബ്രഹ്മാവും ബ്രഹ്മതത്വവും ഞാനും ഒന്ന് എന്നുള്ള തോന്നലുണ്ടാക്കുന്നവൾ, അല്ലെങ്കിൽ തോന്നലല്ല, അത് വാസ്തവത്തിലെ അനുഭവമാണ്. കൈവല്യ അനുഭവം, അനുഭൂതി എന്നൊക്കെ നമ്മളതിനെ പറയുന്നത്. അത് ഉണ്ടാകുവാൻ ആണ് ഈ ദീക്ഷയുടെ ആത്യന്തികമായ ലക്ഷ്യം. ആ സ്വരൂപമാണ് ഈ 3 മന്ത്രങ്ങളിൽ ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപ മുഖപങ്കജ, കണ്ഠാത കടിപര്യന്ത മധ്യകൂട സ്വരൂപിണി, ശക്തികൂടൈകതാപന്യ കട്യധോഭാഗധാരിണി എന്നുള്ള നാമങ്ങളാൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത്. മന്ത്രദീക്ഷയുടെ പ്രാധാന്യവും ഗുരുവിൽ നിന്ന് മന്ത്രം സ്വീകരിച്ചിട്ടുള്ളവർ എങ്ങനത്തെ ജീവിതചര്യ വേണം എന്നൊക്കെ ഈ മന്ത്രം നമ്മളെ പഠിപ്പിക്കുന്നു. എത്ര ശ്രദ്ധയോടുകൂടി നമ്മളതിനെ കൈകാര്യം ചെയ്യണം. എങ്ങനെയാണോ നമ്മൾ മഹാപുരുഷന്മാരുടെ കൂടെ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ വാക്കും പലവട്ടം നമ്മൾ മനസ്സിൽ ചിന്തിച്ച് ഏറ്റവും ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം അവരോട് വളരെ വിനയപൂർവ്വം അവതരിപ്പിക്കുന്നത്, അതുപോലത്തെ ഭക്തി പുരസ്സരം, ഭക്തി എന്നുള്ള ഭാവത്തോടു കൂടി വേണം മന്ത്രത്തെ കൈകാര്യം ചെയ്യേണ്ടത്. അതിന് ദേഹശുദ്ധി മുതലായ കാര്യങ്ങൾ ആവശ്യമാണ്. അതിനൊരു പ്രത്യേക നിയമം, നിഷ്ഠ, ഇതൊക്കെ ആവശ്യമാണ്. എന്നും കുളിച്ചും ഭസ്മം, കുങ്കുമം, പുഷ്പധാരണം മുതലായതൊക്കെ ചെയ്തും ശുദ്ധമായ വസ്ത്രം ധരിച്ചും അചഞ്ചലമായ ഒരു ആസനത്തിൽ ഇരുന്നുകൊണ്ടും
മാല മുതലായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ വിരൽ കൊണ്ട് ജപിക്കാവുന്നതാണ്. വിരൽ കൊണ്ട് എണ്ണം പിടിച്ച് ജപിച്ചും സമയമില്ല എന്നൊക്കെ ഒഴിവുകളവ് പറയാതെ ഒരു നിശ്ചിതമായിട്ടുള്ള എണ്ണം, കുറഞ്ഞ പക്ഷം 1000 മന്ത്രമെങ്കിലും നമ്മൾ മന്ത്രം മേടിച്ചിട്ടുള്ള എല്ലാവരും ഭക്തിയോടുകൂടി ജപിച്ചും, അതുപോലെ ഓർമ്മയുള്ള സമയത്തൊക്കെ നമ്മൾ കർമ്മനിരതരായിരിക്കുമ്പോഴും, കർമ്മം ചെയ്യുമ്പോഴതേ, കിടക്കുമ്പോഴതേ, ഉറങ്ങുമ്പോഴതേ, സ്വപ്നത്തിലതേ, ജാഗ്രത, സ്വപ്ന, സുഷുപ്ത്യാദി അവസ്ഥകളിലെല്ലാം ഈശ്വരസ്മരണ വേണ്ടതാണ്. നമ്മൾ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ഭാഗവതർക്ക് സർജറി ചെയ്യാൻ വേണ്ടി അനസ്തീഷ്യ കൊടുത്തു. ഈ ബോധം നഷ്ടപ്പെടും. പിന്നെ ബോധം തിരിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് പുറത്തു വരിക. ഇദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ബോധം പോവുകയും ഇടയ്ക്കിടയ്ക്ക് ബോധം വരികയും ചെയ്തിരുന്നത്രേ. ബോധം വരുന്ന സമയത്തൊക്കെ നാരായണ 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 എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു. ആഞ്ഞം തിരുമേനിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ, നമ്മുടെ രക്തത്തിൽ ഈ നാമം, ഈ മന്ത്രം അലിഞ്ഞു ചേരണം. അതിന് ആ ഭക്തിയോടുകൂടി, ആ നിഷ്ഠയോടുകൂടി ജപിക്കണം എന്നുള്ളതിനെയാണ് ഈ നാമത്തിന് ദേവിയുടെ മുഖം, ദേവിയുടെ കഴുത്തിൻ്റെ അടിയിലുള്ള മധ്യഭാഗം, അതുപോലെ കഴുത്തിൻ്റെ അരക്കെട്ടിൻ്റെ താഴെയുള്ള അധോഭാഗം എന്നുള്ള അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദേവിയുടെ ശരീരം തന്നെയാണ് ഈ മന്ത്രസ്വരൂപം. ആ സാരത്തെയാണ് ഈ മന്ത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്.